മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ആൾ. പുതിയൊരു ക്ലാസ് സെഷനിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് DC പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് BPSC 103, 104 ഫോളോ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇങ്ങോട്ട് പോരുക. ഈ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇന്ന് ഓട്ടോണമി മൂവ്മെൻ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണ് ഓട്ടോണമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഒരു ഓട്ടോണമി മൂവ്മെൻറ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ പ്രസക്തി എന്തായിരുന്നു? ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ക്ലാസ് കേൾക്കാൻ എല്ലാവരും വരിക. ഓക്കെ. സ്വന്തം രാജ്യത്ത്, സ്വന്തം പ്രദേശത്ത് സ്വന്തം ജനത ഭരിക്കുക, അതിനു വേണ്ടിയിട്ട് ആ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളക്റ്റീവ് മൊബിലൈസേഷൻ ഓഫ് പീപ്പിൾ, അതിലൂടെയുള്ള മൂവ്മെൻറ്റ്സ്, അതിലൂടെ അവർ സ്വന്തം നാട്ടിലെ അവരാൽ തന്നെ ഭരണം പിടിച്ചെടുക്കുക, ഇങ്ങനെയുള്ള ചില പ്രോസസ്സാണ് ഓട്ടോണമി എന്നതുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റിലൂടെ നാം മീൻ ചെയ്യേണ്ടത്. So autonomy movements are collective action of people in a region or across regions seeking rearrangement of relations among federal units, central, state and local governments in a country in such a way that the people involved in such action enjoy autonomy of their region to manage their affairs. ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഓട്ടോണമി മൂവ്മെന്റ്സ്? എന്താണ് ഓട്ടോണമി മൂവ്മെന്റ്സ്? ഇത് കളക്റ്റീവ് ആക്ഷൻ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ, അതായത് കൂട്ടം ചേർന്നുള്ള ജനങ്ങളുടെ പ്രവർത്തനമാണ് ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ നിരവധി പ്രദേശങ്ങളിൽ കൂട്ടം ചേർന്ന ജനങ്ങൾ നിലവിലുള്ള ഫെഡറൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ്. അത് നടത്തപ്പെടുന്നത് ഈ ഒരു പ്രവർത്തനത്തിൽ ഇടപെടുന്ന ജനങ്ങൾ അവരുടെ പ്രദേശത്ത് അവരുടേതായ കാര്യങ്ങളെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുത്തുയർത്താൻ വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഓട്ടോണമി മൂവ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? The autonomy is sought in multiple spheres of identity. അപ്പം ഈ ഒരു പ്രക്ഷോഭം, സ്വയം ഭരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ അവലംബിക്കുന്നത് പല തലങ്ങളിലാണ്. ഒന്ന്, അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി, അതായത് സാംസ്കാരികപരമായിട്ട് തങ്ങളെ അംഗീകരിക്കുക, ദാറ്റ് ഈസ് കൾച്ചറൽ ഐഡന്റിറ്റി. ദെൻ വംശീയപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുക, ദാറ്റ് ഈസ് എത്നിക് ഐഡന്റിറ്റി. ദെൻ സാമ്പത്തികം, ദെൻ പൊളിറ്റിക്കൽ. ഇങ്ങനെ ഓരോ തലങ്ങളിലും ഐഡന്റിറ്റി, അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടേതായ ഐഡന്റിറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഭരണവർഗത്തിനെതിരെയുള്ള പോരാട്ടം, അതുതന്നെയാണ് ഓട്ടോണമി മൂവ്മെന്റ്സ്. അപ്പോൾ ഈ ഐഡന്റിറ്റി അവർക്ക് തിരിച്ചറിയേണ്ടത് മൾട്ടിപ്പിൾ സ്ഫിയേഴ്സ് ആണ്. അത് ഏതൊക്കെ തലങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ കൾച്ചറൽ, എത്നിക്, എക്കണോമിക്, പൊളിറ്റിക്കൽ എക്സെട്ര. It is needed to legislate on these issues relating to the regions demanding autonomy or execute decisions on them. അപ്പോൾ ഈ ഓട്ടോണമി മൂവ്മെന്റ് പ്രധാനമായിട്ടും ഈ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങൾ പ്രധാനമായിട്ടും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡന്റിറ്റി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അവരുടേതായ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹിക പ്രശ്നങ്ങൾ അവരുടെ പ്രദേശങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അവർ സ്വയം അവരുടേതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകൾ തങ്ങളെ ഭരിക്കുന്നതിന് തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രദേശവും ആ പ്രദേശത്ത് തന്നെയുള്ള ജനങ്ങളുടെ ലീഡർഷിപ്പും അതിലൂടെ തങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കപ്പെടലും എല്ലാം അതിലൂടെ നടക്കണം എന്നതാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വയം ഭരണം എന്നുള്ള ആശയം, ദ നോഷൻ ഓഫ് ഓട്ടോണമി, അതൊരു ഫെഡറൽ സ്ട്രക്ചറിൽ അതിന് പല മീനിങ് ഉണ്ട്. The notion of autonomy in a federal structure has multiple meanings. എന്താണ് ആ പലതരത്തിലുള്ള മീനിങ്സ്? ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് out of one or more states within the Union of India, or rearrangement of federal relations within an existing state of Union of India,
ഗിവിങ് ഓട്ടോണമി എ റീജിയൻ. ഒരു പ്രദേശത്ത് അവിടെയുള്ള ജനത അവർക്ക് അവരുടേത് മാത്രമായ ഒരു ഭരണ സംവിധാനം, ഒരു പ്രത്യേക സ്റ്റേറ്റ് അവർക്ക് വേണ്ടി രൂപപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് പല പല സ്റ്റേറ്റിന്റെ ഭാഗമായി കൂടെ നിൽക്കുമ്പോൾ അതിൽ നിന്നും വേറിട്ട് തങ്ങൾക്ക് തങ്ങളുടേത് മാത്രമായ ഒരു പുനഃക്രമീകരണം ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ആ ഒരു ഫെഡറൽ റിലേഷനിൽ ഉണ്ടാക്കി തരണം എന്ന രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം. സോ ഓട്ടോണമി ഈസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ തങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ തങ്ങളാൽ തന്നെ എടുക്കപ്പെടണം എന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് ഈ പദപ്രയോഗത്തിന് ചില കൺഫ്യൂഷൻ ഉണ്ടാകാം. ഓട്ടോണമി ഈസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് സെൽഫ് ഡിറ്റർ, സ്വയം ഭരണം, സ്വയം തീരുമാനമെടുക്കുക എന്ന തരത്തിലേക്ക് ഇതിനൊരു ആശയം കുഴപ്പം തോന്നാം. ആൾദോ self-determination and autonomy are sometimes used interchangeably. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്വയം തീരുമാനമെടുക്കുക, സ്വയം ഭരണം എന്ന തരത്തിലുള്ള ഈ രണ്ട് പദപ്രയോഗങ്ങളും അത് ഒന്നിനു പകരം ഒന്നായി എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ ഇവ നമുക്ക് പകർന്നു നൽകുന്നത് വ്യത്യസ്തമായ ആശയങ്ങളുമാണ്. ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ദീസ് ടു കൺസെപ്റ്റ്സ്, ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഓട്ടോണമി. ഇത് നമ്മളിലേക്ക് നൽകുന്നത് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. സെൽഫ് ഡിറ്റർമിനേഷൻ ഓഫൺ റെഫേഴ്സ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സോവറിൻ ഔട്ട് ഓഫ് ദ എക്സിസ്റ്റിംഗ് സോവറിൻ സ്റ്റേറ്റ്സ്. ഇപ്പം നിലവിൽ പരമാധികാരമുള്ള ഒരു സംസ്ഥാനമാണ് എന്നിരിക്കട്ടെ. ഇപ്പം നമ്മൾ മേഘാലയ, ആസാം. അപ്പോൾ ആസാം എന്നുള്ള ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എടുക്കുവാണെങ്കിൽ അത് ഇങ്ങനെ കുന്നും ഹിൽ ഏരിയ എന്ന രീതിയിൽ ഒരു സൈഡ് നിരപ്പായത് കുറച്ച് സൈഡ്, അങ്ങനെ വാസ്റ്റ് ഏരിയ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ആസാം. അപ്പോൾ ആസാമിന്റെ ഭരണസിരാകേന്ദ്രം നിലകൊണ്ടിരുന്നത് അത് ഒരിടത്താണെങ്കിൽ അവിടെ ഒന്നും എത്തപ്പെടാനാവാത്ത ഒരു വൻ ജനത ഈ ഹില്ലേരിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹില്ലേരിയയിലുള്ള ജനങ്ങളുടെ സോഷ്യൽ ഇഷ്യൂസ്, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു സർക്കാർ സംവിധാനത്തിന്റെ കീഴിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ ചൂണ്ടിക്കാണും